Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് ഫലൂദ. അത് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മാക്സിമം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണുക, ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഫലൂഡ ഉണ്ടാക്കാനായി ആദ്യത്തെ സ്റ്റെപ്പ് ചവ്വരി വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ യൂഷ്വലി പായസത്തിനൊക്കെ ചവ്വരി വേവിക്കും പോലെ നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് വരും. അതുകൂടാതെ ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. ഇത് വെന്തതിന് ശേഷം, തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇട്ട് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം, കാരണം ഇത് പെട്ടെന്ന് കട്ടിയായി വരും. അപ്പോൾ ഷുഗർ സിറപ്പിലോട്ട് ഞാൻ ഈ നമ്മൾ ബീട്രൂട്ട് വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കളറ് കിട്ടിയിട്ടുണ്ട്, നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. ഈ കൂടുതൽ ഡാർക്കായി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരവുമല്ല. ഇനി നമുക്കിതിൽ റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. എസൻസ് കൂടി പോകരുത്, കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വല്ലാത്ത ഒരു കുത്തൽ വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ഡ്രോപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫലൂഡ ഉണ്ടാക്കാനുള്ള സിറപ്പും ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫലൂഡ ഉണ്ടാക്കാനായി ഒരു റോസ് മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനിവിടെ പാല് തിളപ്പിച്ചെടുത്തു. അതിൽ ഞാൻ ഒരു ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുത്തു. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനൊരു ചെറിയ കളർ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു നാച്ചുറൽ കളറാണ് ഉപയോഗിക്കുന്നത്. ബീട്രൂട്ട് ഒന്ന് വേവിച്ച് ആ വെള്ളം അത് തന്നെ നല്ല കളറ് കിട്ടും. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം റോസ് എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടി പോകാതെ ഒരു ഡ്രോപ്പ് മതി. അപ്പോൾ ഇനി ഇതിനെ നന്നായി ഒന്ന് തണുപ്പിച്ച് എടുക്കണം. നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. നല്ല ചില്ലായിട്ടിരുന്നാലേ ഫലൂദയ്ക്ക് നല്ല സ്വാദം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് വേവിച്ചെടുത്ത ചവ്വരിയിലോട്ട് ഇനി നമുക്ക് കുറച്ച് കളേഴ്സ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഞാനിവിടെ ഒരു നാച്ചുറൽ കളേഴ്സ് ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നാച്ചുറലായിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെറുതെ ഒരു ബീട്രൂട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കളറിലുള്ള ലിക്വിഡ് കിട്ടും. അത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ആർട്ടിഫിഷ്യൽ കളർ ചേർക്കുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ടുള്ള കളർ നമുക്കിതിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നമുക്കത് വേസ്റ്റായി എന്ന് വിചാരിക്കേണ്ട. അതെടുത്ത് നമുക്ക് കിച്ചടിയോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല കളർഫുള്ളായിട്ട് കിട്ടി. ഇനി ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് അങ്ങനെ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒരു പാർട്ടിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഒരല്പം ഈ ബീട്രൂട്ടിൻ്റെ കളർ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും, പിസ്ത, ആൽമണ്ട്സ്, കാഷ്യൂസ്, ഡ്രൈ ഗ്രേപ്സ്, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെ നമുക്കൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ട ഫ്രൂട്ട്സ് റെഡിയാക്കാം. ഇവിടെ ഞാൻ മാതളങ്ങ
എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ കൂടെ എടുക്കുന്നുണ്ട്. ആപ്പിൾ നന്നായിട്ട് തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. നമ്മളിത് അസംബിൾ ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ആപ്പിള്, കാരണം ആപ്പിളിൻ്റെ കളർ ചേഞ്ചായി പോകും. നമ്മൾ കുറച്ച് മുൻപേ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കറുത്ത് പോകും. അതുകൊണ്ട് ഇത് നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഈ ആപ്പിള് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് ചവ്വരി ഇട്ട് കൊടുത്തു. ഈ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയ ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. ഈ ഷുഗർ സിറപ്പ്, കുറച്ച് ബീട്രൂട്ട് ജ്യൂസും റോസ് എസൻസും കൂടെ ചേർത്തുണ്ടാക്കിയത്. ഫസ്റ്റ് അത് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന കസ്കസ് കുതിർത്തിയത് അത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ ചവ്വരി നമ്മൾ പല കളറിലും എടുത്തു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു. മിൽക്ക് മെയ്ഡ് ചേർത്ത ചവ്വരി, പിന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത ഇത്, പിന്നെ ഫ്രൂട്ട്സ് ആപ്പിളും പോമിഗ്രാനൈറ്റും ചേർത്ത് കൊടുത്തു. പിന്നെ നട്ട്സും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഓരോന്നും ലെയറായി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരുന്ന റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. റോസ് മിൽക്കും ഇവിടെ എടുത്തു. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അവസാനമായിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് അധികം സെറ്റായില്ല. അതിന് മുൻപ് എടുത്തു. ഇപ്പോൾ ഇതിന് പുറത്ത് ഡെക്കറേഷന് വേണ്ടി നമുക്ക് നട്ട്സോ എന്താണെങ്കിലും വെക്കാം. കംപ്ലീറ്റ്ലി ഞാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കളറും ഇവിടെ ചേർത്തിട്ടില്ല. എല്ലാം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കളേഴ്സൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ ഫലൂദ ഇവിടെ റെഡിയായി.